ഈവൻ പാർലേജിക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെന്നുള്ളത് ഇന്ത്യക്കാരന് അറിയത്തില്ല, പക്ഷെ ആഫ്രിക്കയിൽ ഈ സാധനം കിട്ടുന്നുണ്ട്. അത് വാങ്ങിക്കാൻ ആളുണ്ട്. അതും ഇന്ത്യൻ മണി 65 രൂപയ്ക്ക് അത് വാങ്ങിക്കാൻ ആളുണ്ട് അവിടെ. അപ്പം അവിടുത്തെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് മറ്റ് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ പ്രോഫിറ്റ് ആണ് ഇവിടെ. ഇന്ത്യക്കാർക്ക് അവിടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തില് അവിടുത്തെ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്, കൂടുതൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു സാധാരണ എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങുകയാണ്, ഒരു ചെറിയ സ്മോൾ സ്കെയിൽ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതിന്റെ ഏകദേശം 4 ഇരട്ടിയോ അതിന് മുകളിലോ ആണ് ആഫ്രിക്കയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഞാനത് ഒരു എക്സാജുറേറ്റ് ചെയ്ത് പറയുമല്ല. കാരണം ആഫ്രിക്കയിൽ പലതിനും പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതായത് ഒരു 30-40 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, അയ്യോ അന്ന് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഡെവലപ്പ് ആകുമായിരുന്നു. അപ്പൊ ഇനി അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോകാൻ നമുക്ക് ഇന്ത്യയിൽ പറ്റത്തില്ല, പക്ഷെ ആഫ്രിക്കയിലേക്ക് നമുക്ക് പോകാം. അതേപോലെ തന്നെയാണ് പലരും 70കളിലൊക്കെ ഗൾഫിൽ ബിസിനസ് തുടങ്ങിയവർ ഇന്ന് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഗൾഫിന്റെ തുടക്കകാലത്ത് അവരുടെ ഒരു ഡെവലപ്പിംഗ് പീരീഡിൽ ഒപ്പം നിന്നവര് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അവസാനത്തെ ബസ്സാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. Life never be the same again.